നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മോഡുലസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കാം. ദി മോഡുലസ് ഓർ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ കോംപ്ലക്സ് നമ്പർ സെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഈസ് ഡിഫൈൻഡ് ആസ് ദി നോൺ നെഗറ്റീവ് റിയൽ നമ്പർ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ മോഡ് സെറ്റ്, ദാറ്റ് ഈസ് മോഡ് സെറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് സെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് ഓർ ആബ്സല്യൂട്ട് വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മോഡ് സെറ്റ് ഈക്വൽ ടു റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സാമ്പിൾ നോക്കുക, സെറ്റ് ഈക്വൽ ടു 2 - 3i. ഇതിൻ്റെ മോഡ് സെറ്റ് ഇതിൻ്റെ മോഡുലസ് ഓർ ആബ്സല്യൂട്ട് വാല്യൂ എന്താ? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് -3 ഹോൾ സ്ക്വയർ. 2 സ്ക്വയർ 4 ആണ്, -3 സ്ക്വയർ 9 ആണ്, 9 + 4 13 റൂട്ട് 13. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നോക്കുക, സെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് നമ്മളിപ്പോൾ പഠിച്ചു, എക്സ് മൈനസ് ഐ വൈ ആണ്. ഇനി സെറ്റ് ബാർ എന്താ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് ഐ വൈ, മൈനസ് എക്സ് ഐ വൈ. നെക്സ്റ്റ് ഐ വൈന് ചെയ്താൽ പ്ലസ് എക്സ് ഐ വൈ. ലാസ്റ്റ് എന്ത് കിട്ടും? മൈനസ് ഐ സ്ക്വയർ വൈ, അപ്പോൾ പ്ലസ് വൈ ആവും. ഇതും കട്ടായി ബാക്കി ലാസ്റ്റ് ആരെ ഉണ്ടാവും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? അപ്പോൾ സെറ്റ് ബാർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ മോഡ് സെറ്റും ഈ സെറ്റ് ബാറും തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ അല്ലേ? മോഡ് സെറ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് അപ്പോൾ സെറ്റ് ബാർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ റൂട്ട് ഓഫ് സെറ്റ് ബാർ എന്തിന് ഈക്വലാണ്? മോഡ് സെറ്റിന് ഈക്വലാണ്. അപ്പോൾ മോഡ് സെറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് സെറ്റ് ബാർ. ഇതും ഒന്ന് ഓർമ്മിച്ച് വെക്കുക, എവിടെയെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും. ഇനി ജോമെട്രിക്കലി മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിൻറ്റ് ആൻഡ് ദി ഒറിജിൻ അല്ലേ? ഒറിജിനും ഏതൊരു പോയിൻറ്റും ഇപ്പം റിയൽ കാർട്ടീഷ്യൻ പ്ലെയിനിലാണെങ്കിലും ഉള്ള ഒറിജിനിന്ന് ഏതൊരു പോയിൻറ്റ് എക്സ് കോമ വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. അതേപോലെ കോംപ്ലക്സ് പ്ലെയിൻ എടുക്കുകയാണെങ്കിലും മോഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിൻറ്റ് സെറ്റ് എക്സ് കോമ വൈ, എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് എക്സ് കോമ വൈ അല്ലേ, ആൻഡ് ദ ഒറിജിൻ. ഓക്കെ, കോൺസിക്വൻ്റ്ലി മോഡുലസ് ഓഫ് സെറ്റ് 1 - സെറ്റ് 2 ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിൻറ്റ് സെറ്റ് 1 ആൻഡ് സെറ്റ് 2. സെറ്റ് 1ഉം സെറ്റ് 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മോഡുലസ് ഓഫ് സെറ്റ് 1 - സെറ്റ് 2 എന്ന് പറയുന്നത്. ദിസ് ഫാക്ട് ഈസ് ഓൾസോ എവിഡൻറ്റ് ഫ്രം ദ ഡെഫിനേഷൻ. അതായത് മോഡുലസ് ഓഫ് സെറ്റ് 1 - സെറ്റ് 2 എന്ന് പറഞ്ഞാൽ x1 - x2 പ്ലസ് y1 - y2 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്താ? ഇതിൻ്റെ മോഡുലസ് എന്താ? റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇമേജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ മോഡുലസ് ഓഫ് സെറ്റ് 1 - സെറ്റ് 2 എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഡിസ്റ്റൻസാണ്? സെറ്റ് 1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും സെറ്റ് 2ലേക്കുള്ള ഡിസ്റ്റൻസാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നും ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് മോഡുലസിൻ്റെ ഒരു 6 പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കുക, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? സെറ്റ് 1 കോൺജുഗേറ്റിൻ്റെ മോഡുലസും സെറ്റ് 1ൻ്റെ മോഡുലസും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. സെറ്റ് 1 സെറ്റ് 2 എന്ന് പറയുന്നത് എനി 2 കോംപ്ലക്സ് നമ്പേഴ്സ്, ദെൻ സെറ്റ് 1 കോൺജുഗേറ്റിൻ്റെ മോഡുലസ് സെറ്റ് 1ൻ്റെ മോഡുലസിന് ഈക്വൽ ആണ്. പിന്നെ പ്രൂഫ് ഒന്ന് നോക്കി നോക്ക്. സെറ്റ് 1 എന്ന് പറഞ്ഞാൽ x1 + iy1, സെറ്റ് 2 x2 + iy2. ഇതിൻ്റെ മോഡുലസ് എന്താ? നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു, x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ആണ്. ഇനി അതിൻ്റെ കോൺജുഗേറ്റ് എന്താ? സെറ്റ് 1ൻ്റെ കോൺജുഗേറ്റ് x1 - iy1 ആണ്. കോൺജുഗേറ്റിൻ്റെ മോഡുലസ് ഓർ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് -y1 സ്ക്വയറാണ്. -y1 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ y1 സ്ക്വയർ തന്നെയാണ്, നെഗറ്റീവിൻ്റെ സ്ക്വയർ എടുത്താൽ പോസിറ്റീവ് അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ അത് സെറ്റ് 1ൻ്റെ മോഡുലസിന് ഈക്വൽ ആണ്. അപ്പോൾ സെറ്റ് 1ൻ്റെ മോഡുലസും സെറ്റ് 1 കോൺജുഗേറ്റിൻ്റെ മോഡുലസും അല്ലെങ്കിൽ രണ്ടിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്താണ്? സെയിം ആണ് എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് മോഡുലസ് ഓഫ് സെറ്റ് 1 സെറ്റ് 2. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ മോഡുലസ് എന്തിന് ഈക്വലാ? സെറ്റ് 1ൻ്റെ മോഡുലസും സെറ്റ് 2ൻ്റെ മോഡുലസിൻ്റെയും പ്രോഡക്റ്റിന് ഈക്വലാണ്. മോഡുലസ് ഓഫ് സെറ്റ് 1 സെറ്റ് 2 ഈക്വൽസ് മോഡുലസ് ഓഫ് സെറ്റ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് സെറ്റ് 2. പ്രൂഫ് നോക്കുക. സെറ്റ് 1 സെറ്റ് 2 സെറ്റ് സ്ക്വയർ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോഡ് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു സെറ്റ് ബാർ ആണ്. നേരെ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ? അപ്പം സെറ്റ് 1 സെറ്റ് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്ക് മോഡുലസ് സെറ്റ് 1 സെറ്റ് 2 ഇൻറ്റു സെറ്റ് 1 സെറ്റ് 2 കോൺജുഗേറ്റ് എഴുതാം ഇത് ഉപയോഗിച്ചിട്ട്. ഇനി വീണ്ടും എന്ത് ചെയ്യാം? കോൺജുഗേറ്റ് സ്പ്ലിറ്റ് ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റ് 1 സെറ്റ് 2 ഇൻറ്റു സെറ്റ് 1 കോൺജുഗേറ്റ് ഇൻറ്റു സെറ്റ് 2 കോൺജുഗേറ്റ്. ഇനി സെറ്റ് 1 ഇൻറ്റു സെറ്റ് 1 കോൺജുഗേറ്റ് ഇൻറ്റു
സെറ്റ് ടു ഇൻറ്റു സെറ്റ് ടു കോൺജുഗേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമല്ലോയാ. അപ്പം ഇത് സെറ്റ് വൺ സ്ക്വയറും ഇത് സെറ്റ് ടു സ്ക്വയറും ആണ്. ഇനി സ്ക്വയർ എന്ത് ചെയ്യാം, ഒഴിവാക്കുക. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് സെറ്റ് വൺ സെറ്റ് ടു ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ ഇൻറ്റു മോഡുലസ് ഓഫ് സെറ്റ് ടു എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡിൻ്റെ പ്രൂഫുമായി. തേർഡ് നോക്കാം. മോഡുലസ് ഓഫ് സെറ്റ് വൺ ബൈ സെറ്റ് ടു എന്തിന് ഈക്വലാണ്? മോഡുലസ് ഓഫ് സെറ്റ് വൺ ബൈ മോഡുലസ് ഓഫ് സെറ്റ് ടുവിന് ഈക്വലാണ് അല്ലേ. സെറ്റ് വൺ ബൈ സെറ്റ് ടു പ്ലസ് മോഡുലസ് ഓഫ് സെറ്റ് വൺ ബൈ മോഡുലസ് ഓഫ് സെറ്റ് ടു. നോക്കുക, ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇതേ റിസൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സ്ക്വയർ എടുത്തിട്ട് ചെയ്യാം അല്ലേ. മോഡുലസ് ഓഫ് സെറ്റ് വൺ ബൈ സെറ്റ് ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? സെറ്റ് ബാർ ആണ് അല്ലേ. അതായത് സെറ്റ് വൺ ബൈ സെറ്റ് ടു ഇൻറ്റു സെറ്റ് വൺ കോൺജുഗേറ്റ് ബൈ സെറ്റ് ടു കോൺജുഗേറ്റ്. ദാറ്റ് ഈസ് സെറ്റ് വൺ കോൺജുഗേറ്റ് ബൈ സെറ്റ് ടു കോൺജുഗേറ്റ്. അപ്പോൾ മുകളിൽ മോഡ് സെറ്റ് വൺ സ്ക്വയർ, താഴെ മോഡ് സെറ്റ് ടു സ്ക്വയറിന് എഴുതാം. ഇനി സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ റിസൾട്ടായി മോഡുലസ് ഓഫ് സെറ്റ് വൺ ബൈ സെറ്റ് ടു എന്തിന് ഈക്വലാണ്? മോഡുലസ് ഓഫ് സെറ്റ് വൺ ബൈ മോഡുലസ് ഓഫ് സെറ്റ് ടുവിന് ഈക്വലാണ്. ദെൻ നാലാമത്തെ പ്രോപ്പർട്ടി എന്താ? മോഡുലസ് ഓഫ് സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് വൺ പ്ലസ് മോഡ് സെറ്റ് ടു അല്ലേ. ഇത് സമ്മിൻ്റെ മോഡുലസ് എന്തിനേക്കാൾ ലെസ് ദാൻ ആണ്? മോഡുലസ് ഓഫ് സെറ്റ് വൺ പ്ലസ് മോഡുലസ് ഓഫ് സെറ്റ് ടുവിന് ലെസ് ദാൻ ആണ്. അതാണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി. ഒന്ന് പ്രൂഫ് നോക്കുക. നമ്മൾ ഇതേ റിസൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. മോഡ് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു സെറ്റ് ബാർ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ സ്ക്വയർ എടുത്തു. സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു സ്ക്വയർ, അതായത് സെറ്റ് ബാർ. ഓക്കെ, ഇനി ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കോൺജുഗേറ്റ് കൊടുത്തു. ദെൻ എന്ത് ചെയ്തു? ടേം വൈസ് ആയിട്ട് സെറ്റ് വൺ സെറ്റ് കോൺജുഗേറ്റ്, സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ്, സെറ്റ് ടു സെറ്റ് വൺ കോൺജുഗേറ്റ്, സെറ്റ് ടു കോൺജുഗേറ്റ്. ഫസ്റ്റിനെ മോഡ് സെറ്റ് വൺ സ്ക്വയറിന് എഴുതാം, ഇത് മോഡ് സെറ്റ് ടു സ്ക്വയറിന് എഴുതാം. നെക്സ്റ്റ് ഇടയിലുള്ള ടേം അതേപോലെ തന്നെ എഴുതി. ഇനി മോഡ് സെറ്റ് വൺ സ്ക്വയർ പ്ലസ് ഇതെന്താ? 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെറ്റ്. ഒന്ന് നോക്കുക, ഇവിടെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ്. അപ്പോൾ എന്ത് വരും? സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് തന്നെയാണ് കിട്ടുക. സെറ്റ് കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ് എന്താ? സെറ്റ് തന്നെയാണ്. അപ്പോൾ സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ് സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല വെച്ചിട്ട്, നമുക്ക് മുന്നേ പഠിച്ചൊരു ഫോർമുല വെച്ചിട്ട് എന്താക്കി എഴുതാം? മോഡ് സെറ്റ് വൺ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് പ്ലസ് സെറ്റ് ടു മോഡുലസ് ഓഫ് സെറ്റ് ടു സ്ക്വയർ എന്ന് എഴുതാം. ദെൻ മറ്റൊരു ഇനീക്വാലിറ്റി ഉണ്ട്. സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റിൻ്റെ റിയൽ പാർട്ട് എപ്പോഴും മോഡുലസ് ഓഫ് സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റിനേക്കാളും ചെറുതാണ്, ലെസ് ദാൻ ആണ്. അത് വെച്ചിട്ട് ഇവിടെ ഈക്വാലിറ്റി ലെസ് ദാൻ ആയി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ സ്ക്വയർ പ്ലസ് 2, ഇതിന് പകരം റിയൽ പാർട്ട് ഓഫ് സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് പകരം 2 ഇൻറ്റു മോഡുലസ് ഓഫ് സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് പ്ലസ് സെറ്റ് ടു മോഡുലസിൻ്റെ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ സ്ക്വയർ പ്ലസ് 2. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. മോഡുലസ് ഓഫ് സെറ്റ് വൺ മോഡുലസ് ഓഫ് സെറ്റ് ടു ബാർ പ്ലസ് സെറ്റ് ടു സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് സെറ്റ് വൺ മോഡുലസ് ഓഫ് സെറ്റ് ടു. അതായത് ഇതിൻ്റെ കോൺജുഗേറ്റിൻ്റെ മോഡുലസും സെറ്റ് ടുവിൻ്റെ കോൺജുഗേറ്റും സെയിം ആണ്, പ്ലസ് സെറ്റ് ടു സ്ക്വയർ അല്ലേ. അതായത് എന്തെഴുതാം? സെറ്റ് ടു, ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു ഹോൾ സ്ക്വയർ ഫോം എഴുതാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ ഇത് സെറ്റ് വൺ ആണേ. സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു ഹോൾ സ്ക്വയറിന് എഴുതാം. ഇത് റൂട്ട്സ് ഒഴിവാക്കുക, സ്ക്വയേഴ്സ് ഒഴിവാക്കുക, സ്ക്വയർ റൂട്ട് എടുക്കുക. മോഡുലസ് ഓഫ് സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ പ്ലസ് മോഡുലസ് ഓഫ് സെറ്റ് ടു. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ 4th വരെ പറഞ്ഞു. ഇനി 5th ആണ്. മോഡുലസ് ഓഫ് സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ മൈനസ് മോഡുലസ് ഓഫ് സെറ്റ് ടു. 6ാമത്തെ ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. മോഡുലസ് ഓഫ് സെറ്റ് വൺ മൈനസ് സെറ്റ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ മൈനസ് മോഡുലസ് ഓഫ് സെറ്റ് ടു. മോഡുലസിൻ്റെ ഉള്ളിൽ അഗെയിൻ മോഡുലസ് ആണ് അല്ലേ. അതിൻ്റെ പ്രൂഫും കൂടി ഒന്ന് നോക്കാം. 5ാമത്തെ ഇനീക്വാലിറ്റിൻ്റെ പ്രൂഫ് നോക്കുക. അതായത് മോഡുലസ് ഓഫ് സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് വൺ മൈനസ് മോഡ് സെറ്റ് ടു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മോഡുലസ് ഓഫ് സെറ്റ് വണ്ണിനെ ഈ ഇനീക്വാലിറ്റി ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. സെറ്റ് വണ്ണിനെ ഞാൻ സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു പ്ലസ് മൈനസ് സെറ്റ് ടു എന്നാക്കി എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇനീക്വാലിറ്റി ഉണ്ട്. നമ്മൾ 4ാമത് പഠിച്ച ഇനീക്വാലിറ്റി ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു പ്ലസ് മോഡുലസ് ഓഫ് മൈനസ് സെറ്റ് ടു എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു പ്ലസ് മോഡുലസ് ഓഫ് സെറ്റ് ടു. മൈനസ് സെറ്റ് ടു ആണെങ്കിലും സെറ്റ് ടു ആണെങ്കിലും മോഡുലസ് എടുത്താൽ റൂട്ട് ഓഫ് സ്ക്വയേഴ്സ് ആണ് എടുക്കുന്നത് അല്ലേ. പോസിറ്റീവ് വരുള്ളൂ, രണ്ടും ഈക്വൽ ആണ്.
ദാറ്റ് ഈസ് ഈ സെറ്റ് ടു ഇപ്പുറം എടുത്താൽ മോഡുലസ് ഓഫ് സെറ്റ് വൺ മൈനസ് സെറ്റ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു. ഓക്കെ, അപ്പോൾ അത് തിരിച്ചിടുന്ന സമയത്ത് ഇനീക്വാലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കിട്ടിയല്ലോ. നെക്സ്റ്റ് ആറാമത്തെ ഇനീക്വാലിറ്റി മോഡുലസ് ഓഫ് സെറ്റ് വൺ മൈനസ് സെറ്റ് ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ മൈനസ് മോഡുലസ് ഓഫ് സെറ്റ് ടു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ലെഫ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ എടുത്ത്, അതായത് സെറ്റ് ബാർ യൂസ് ചെയ്തിട്ട് മാറ്റി എഴുതി അല്ലേ. ഇത് സെഡായിട്ട് എടുക്കുക മൊത്തം സെറ്റ് ബാർ. ദെൻ കോൺജുഗേറ്റ് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ടേം വൈസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സെറ്റ് വൺ കോൺജുഗേറ്റ് മൈനസ് സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് മൈനസ് സെറ്റ് വൺ കോൺജുഗേറ്റ് പ്ലസ് സെറ്റ് ടു കോൺജുഗേറ്റ്. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നേരത്തെ പോലെ ഇത് മോഡ് സെറ്റ് വൺ സ്ക്വയർ ആണ്, ഇത് മോഡ് സെറ്റ് ടു സ്ക്വയർ ആണ്. മിഡിലുള്ള ടേമിൽ നെഗറ്റീവ് ഔട്ട് സൈഡ് വെക്കുക. സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് പ്ലസ് സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ് നേരത്തെ മാറ്റി എഴുതി അതേപോലെ അതേ ഇനീക്വാലിറ്റി ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പം മോഡ് സെറ്റ് വൺ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് പ്ലസ് മോഡ് സെറ്റ് ടു സ്ക്വയർ എന്ന് കിട്ടും. ഇനി റിയൽ പാർട്ട് ഓഫ് സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് ആണിതാ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇനീക്വാലിറ്റി ഉണ്ട്, അതാണ് അപ്ലൈ ചെയ്യുന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് സെറ്റ് വൺ മോഡ് സെറ്റ് ടു. ദാറ്റ് ഇംപ്ലൈസ് ഇതിനെന്ത് ചെയ്തു, കോൺജുഗേറ്റ് മോഡുലസ് സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഇംപ്ലൈസ് മൈനസ് ടു റിയൽ പാർട്ട് ഓഫ് സെറ്റ് വൺ സെറ്റ് ടു കോൺജുഗേറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്തു, ഒരു -2 മൾട്ടിപ്ലൈ ചെയ്തു. -2 മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് എന്തായിട്ട് മാറും, മോഡുലസ് ഓഫ് സെറ്റ് വൺ മൈനസ് സെറ്റ് ടു ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് വൺ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു അല്ലേ, ഈ -2 ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ടേം മോഡ് സെറ്റ് വൺ മോഡ് സെറ്റ് ടു പ്ലസ് സെറ്റ് ടു സ്ക്വയർ. അതായത് ഇതിനെന്താക്കിയിട്ട് എഴുതാം, ഇതിനെ നമുക്ക് എന്താക്കി എഴുതാം, മോഡുലസ് ഓഫ് സെറ്റ് വൺ മൈനസ് മോഡുലസ് ഓഫ് സെറ്റ് ടു ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഫോമിനെ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി. ഇനി സ്ക്വയർ റൂട്ട് എടുത്താൽ മോഡുലസ് ഓഫ് സെറ്റ് വൺ മൈനസ് സെറ്റ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് വൺ മൈനസ് മോഡുലസ് ഓഫ് സെറ്റ് ടു. നമുക്കിതാണ് പ്രൂവ് ചെയ്യേണ്ടത്. കിട്ടിക്കഴിഞ്ഞു. റൂട്ട് സ്ക്വയേഴ്സ് അങ്ങ് ഒഴിവാക്കി കളയാം.